ഞാനിന്ന് എത്തിയത് ഒരു ശനിയാഴ്ച ദിവസം അത് രാവിലെ തന്നെ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയ തിരമാല ഇതുവരെ തിരിച്ച് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടില്ല. അതായത് ശരിക്കൊരു കായലിലേക്ക് നോക്കുന്ന മാതിരിയുണ്ട്. തീരെ തിരമാലല്ല, ഭയങ്കര ശക്തി പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്രമാത്രം ഉൾവലിഞ്ഞ് നോക്കുന്നു കടൽ. അത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പകാലം തൊട്ട് ഇന്നലെ വരെ നമ്മൾ കണ്ടിരുന്ന കുറേ ഷോപ്പുകളില്ലായിരുന്നോ നമ്മുടെ ഐശ്വര്യതയോ അതുപോലെ തന്നെ ചായ കുടിക്കാനോ ഐസ്ക്രീമും അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകൾ നമ്മളെ ബീച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ. ഈ ഷോപ്പുകളൊക്കെ മാറി 100ഓളം പുതിയ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് പുതിയ ആധുനിക സെറ്റപ്പിലേക്ക് വന്ന കുറേ ഷോപ്പുകൾ ഉണ്ടല്ലേ സൈഡിൽ, ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നോർമലായിട്ടുള്ള താഴത്തുള്ള ഷോപ്പുകളൊക്കെ മാറ്റി ഈ തിങ്കളാഴ്ച കൂടി തന്നെ ഇവിടെ ഓപ്പൺ ആവുമെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലം ഒരു മെമ്മറീസ് നഷ്ടപ്പെടും. കാരണം നമ്മൾക്ക് ഒരുപാട് കണ്ടിരുന്ന ഷോപ്പുകളൊക്കെ പോയി പുതിയൊരു ഇതിലേക്ക് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും. എന്തായാലും നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയൊരു വികസനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വികസനത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നമുക്കൊരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ ഇത് കാണാം. എല്ലാവരും നല്ല പണിത്തിരക്കിലാണ്. ഈ തിങ്കളാഴ്ച മേ ബി ഓപ്പൺ ആവുമെന്നാണ് കേട്ടത്. കറക്റ്റ് ഇൻഫർമേഷൻ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്